52 ദിവസമായി ജയിലിലാണെന്നും ഇനിയെങ്കിലും കരുണ കാണിക്കണമെന്നും സ്വർണ്ണക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. പിത്തള വെട്ടി ചെമ്പാക്കി എന്നതാണ് അപരാധമായി പറയുന്നത്. ഒന്നും അറിയാതെ ചെയ്തു പോയതാണ് എന്നും പത്മകുമാർ ഹൈക്കോടതിയിൽ വാദിക്കുന്നു. എന്നാൽ ഇത് ഗുരുതരമായ അപരാധമാണ് എന്ന് ഹൈക്കോടതി പത്മകുമാറിനെ തിരുത്തുകയും ചെയ്തു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, എല്ലാം അറിയാതെ ചെയ്തു പോയത് എന്നതാണോ പത്മകുമാറിന്റെ ഭാഗമായിട്ടുള്ള വാദം കോടതിയിൽ കേട്ടത്? അതിന് കോടതിയുടെ മറുപടി എന്തൊക്കെയായിരുന്നു? ദിവിഷെ, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വിശദമായി വാദം കേട്ടത്. ആ വാദത്തിനിടയിൽ ആണ് പത്മകുമാറിന്റെ അഭിഭാഷകൻ പറഞ്ഞത് 52 ദിവസമായി ജയിലിൽ കഴിയുകയാണ്, ഇനിയെങ്കിലും കോടതി കരുണ കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പിത്തള എന്ന ബോർഡ് തീരുമാനത്തിന്റെ ഭാഗമായി വന്നപ്പോൾ അത് വെട്ടി ചെമ്പ് എന്ന് എഴുതി ആ ഒരു അപരാധമാണ് തനിക്ക് മേൽ ആരോപിക്കപ്പെടുന്നത് എന്നതാണ് പത്മകുമാർ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നതാണ് പത്മകുമാറിന്റെ നിലപാട്. അതായത് ഈ കൊള്ള അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്നതല്ല എന്നതാണ് പത്മകുമാർ ഈ വാദത്തിനിടയിൽ പറയാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി അതിനെല്ലാം തന്നെ തിരുത്തുകയാണ് ചെയ്തത്. ഇത് വലിയ അപരാധം തന്നെയാണ്. സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നെഴുതുന്നതിന് പകരം വെറും ചെമ്പ് എന്നെഴുതിയത് ചെറിയ അപരാധമല്ല, അത് വലിയ അപരാധം തന്നെയാണ് എന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പത്മകുമാറിനെ തിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബുദ്ധിപൂർവം കുറ്റം ചെയ്യാനാണ് എങ്കിൽ ഇങ്ങനെ എഴുതേണ്ടതില്ലല്ലോ എന്ന കാര്യം പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ബുദ്ധി കൂടുതലുള്ള ആളുകളാണ് ഇങ്ങനെ എഴുതുന്നത്. ഭാവിയിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം എന്ന നിലയിൽ അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇപ്പോൾ കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ഇത്രയും ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞു, ഇനി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സമയവും അവസാനിച്ചു. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാർ കോടതിയിൽ എടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി എന്ത് തരത്തിലുള്ള വ്യവസ്ഥ വേണമെങ്കിലും വയ്ക്കാം എന്നുകൂടി പത്മകുമാർ പറഞ്ഞു. ശബരിമലയിലേക്ക് പോവേണ്ട എന്ന് പറഞ്ഞാൽ ശബരിമലയിലേക്ക് പോകുന്നില്ല, അതും അനുസരിക്കാൻ തയ്യാറാണ്. തിരുവനന്തപുരത്താണ് SIT പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ് എന്നാണ് പത്മകുമാർ ഈ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇന്ന് കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും കരുണ കാട്ടണമെന്നാണ് പത്മകുമാർ കോടതിക്ക് മുമ്പിൽ പറയുന്നത്. അറിയാതെ ചെയ്തു പോയത് എന്ന് കോടതി പറയുമ്പോൾ അത് അറിയാതെയല്ല, വളരെ ഗുരുതരമായ അപരാധമാണ് എന്ന് ഹൈക്കോടതി പത്മകുമാറിനെ തിരുത്തുകയുമാണ് ഉണ്ടായത്. ജാമ്യം അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നിലാണ് വിവരങ്ങൾ നൽകിയത്.